ഈ അമ്മച്ചിക്കൊന്നും അറിയത്തില്ല. എന്നിട്ടാ ഈ ഫോണിൽ കുട്ടി കളിച്ചോണ്ടിരിക്കുന്നത്. വാട്സാപ്പ് അല്ല അമ്മച്ചിയെ, വാട്സാപ്പ്. അമ്മച്ചി ഫോൺ നോക്കാം, ഞാൻ എടുത്തുതരാം. അല്ലേ പിന്നെ നിന്റെ ചാർജ് തീരണം. വല്യമ്മച്ചിക്ക് മോളെ പോലെയാണെങ്കിൽ എനിക്ക് എന്റെ അമ്മയെ പോലെയല്ലേ ഈ ഫോണ്. ഏതേലും മക്കള് സ്വന്തം അമ്മച്ചീനെ എടുത്തോണ്ട് കക്കൂസി പോയി ഇരിക്കുമോടാ. ഈ അമ്മച്ചിക്കൊന്നും അറിയത്തില്ല. കൂട്ടല്ല അമ്മച്ചിയെ, മ്യൂട്ട് മ്യൂട്ട്. എന്തോ കൂട്ടാക്കി വെക്കും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. മാവേലി സ്റ്റോറിൽ അരി വരുന്നത് ഇപ്പൊ എങ്ങനാ മാവേലി വരുന്നത് പോലെയാണല്ലോ. എടാ നമ്മുടെ അരി വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോടാ, എന്നതാടാ അതിന്റെ പേര്? എന്റെ അങ്ങാടി. എന്റെ അങ്ങാടി. അതിലില്ലേ നമ്മുടെ നാട്ടിലൊരു പൂച്ച പറ്റ നമുക്ക് അത്തേൽ അറിയാൻ പറ്റും. പാലും മീനും മോരും എന്നാത്തിനാ വേറെ എല്ലാ സാധനവും അത്തേൽ അറിയാം. ഇപ്പൊ ഓർമ്മ നമ്മച്ച ഫോണിങ് തന്നെ അരി വന്നോ നോക്കട്ടെ ഞാൻ. അങ്ങനെ നോക്കണ്ട. നീയേ അരി വന്നോന്ന് നോക്കിയാല് നീ വന്നോന്ന് ഞാൻ നോക്കണ്ടവൻ. നീയേ എനിക്കൊന്ന് ഇത് പഠിപ്പിച്ച് താടാ. എത്ര കാലമായിട്ട് പറയുവാടാ ഞാന്. അമ്മച്ചിക്ക് ഇനിയിപ്പോ ഇതൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇതേ മീൻ പൊരിക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. നിനക്കേ പഠിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതങ്ങ് പറ. പിന്നെ വെടക്കേതില് നാരങ്ങ പഠിച്ചതോ? വെടക്കേതിലല്ല അമ്മച്ചിയെ, വടക്കേതില്. ഞാൻ അങ്ങനെ അവളെ വിളിക്കാറ്. അവളാ ഗ്രൂപ്പിന്റെ എന്താണ് അഡ്മിൻ. അതെ അമ്മച്ചി, അഡ്മിൻ എന്ന് വെച്ചാലേ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതാണ്. ഗ്രൂപ്പിൽ ആൾക്കാരെ ചേർക്കുന്നതും ഗ്രൂപ്പിൽ ആരൊക്കെ എന്തൊക്കെ പറയണമെന്ന് തീരുമാനിക്കുന്നതും എല്ലാം ഈ അഡ്മിനാ. അവളാണോ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്? നിങ്ങൾക്കറിയാവോ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കണ സമയത്ത് അവളുണ്ടല്ലോ, നമ്മള് കപ്പ കാട്ടാൻ 4 പേരെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവള് 4 പേരെ വളച്ചോണ്ട് വന്നേക്കുന്നു. അമ്മച്ചി ആ ഫോണിങ്ങത്താ. ഫോണിങ്ങത്താ തള്ളേ. കൊച്ചേ, നീ എന്നെയുണ്ടല്ലോ ആ ഗ്രൂപ്പിന്റെ ഒരു
ആക്കണം. പിന്നെ അവളൊക്കെ വലിയൊരടുപ്പിലാക്കണം. നീ എന്നെ ആക്കത്തില്ലോടാ കൊച്ചനെ. നീ വന്നേടാ. നിനക്കേ ഞാനൊരു പുതിയ ഫോൺ മേടിച്ചു തരാം. സത്യായിട്ടും പുതിയ ഫോൺ വാങ്ങിത്തരും? എന്നാ എപ്പം പഠിപ്പിച്ചാന്ന് ചോദിച്ചാ മതി. അമ്മച്ചിങ് വാ, ഞാൻ കാണിച്ചു തരാം. പഠിപ്പിക്ക്. അമ്മച്ചി ഇത് വാട്സാപ്പ്.
വല്യമ്മച്ചിയെ ചോറായോ? അമ്മച്ചി വിശക്കണ്. ഫോൺ ഉപയോഗിച്ചാൽ വേക്ക് പറയുന്ന വല്യമ്മച്ചിയ. ഇപ്പൊ ഏത് നേരവും ഫോണില്ല. വന്നിപ്പോ കഴിക്കാൻ ഭക്ഷണം വരെ കിട്ടാതായി.
സാറേ വല്യമ്മച്ചല്ല, ഞാനാ ചെയ്തത്. ഇങ്ങോട്ട് പറയണം. ഈ ചെയ്ത കുറ്റത്തിൽ ഗൗരവം നിനക്കറിയാം? സാറേ അറിയാതെ വെച്ച് എൻ്റെ മമ്മി അങ്ങ് യൂക്കേല. എൻ്റെ മമ്മിയും പപ്പയും എല്ലാവരുമായിട്ട് എനിക്കെൻ്റെ വല്യമ്മച്ചിയെ ഉള്ളൂ. ഇപ്പോ വല്യമ്മച്ചി എനിക്കങ്ങനെ ഫോൺ തരില്ല. പാട്ട് കൂട്ടിയേക്ക അതുകൊണ്ടാ അമ്മ വരാൻ വരില്ല. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഉണ്ടാക്കിയ വ്യാജവാർത്തകൾ എത്രപേരോടെ കൂടിയിരിക്കും നോക്കിയേ. ഈ നാട്ടുകാർ മൊത്തം നീ ഉണ്ടാക്കി വ്യാജവാർത്ത വിശ്വസിച്ചുകൊണ്ട് വന്നവരാണ്. അമ്മ മരിച്ചു എന്ന് വിചാരിച്ച് ഇവർ നെഞ്ചു പൊട്ടിയാണ് വന്നിരിക്കുന്നത്. നീ ചെയ്ത കുറ്റം ഗുരുതരമായതിനാൽ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിനായ അമ്മച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നായിരിക്കും. വേണ്ട വേണ്ട സാർ, അങ്ങനെ ചെയ്യരുത് സാർ. എൻ്റെ അമ്മച്ചി പാവാ, അമ്മച്ചി ഒന്നും അറിയില്ല സാർ. സാർ പ്രിയപ്പെട്ടവരെ, ഒരു വ്യാജവാർത്ത എത്രത്തോളം ഗുരുതരമായ സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് നമ്മൾ ഈ നാടകത്തിലൂടെ കണ്ടു കഴിഞ്ഞു. ദിവസേന നമ്മൾക്ക് ഏവർക്കും ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് സോഷ്യൽ മീഡിയകൾ വഴി. നമ്മൾ പലപ്പോഴും അതിന്റെ സത്യാവസ്ഥ അറിയാതെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക, സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും കടമയാണ്. വ്യാജവാർത്തകൾ നിർമ്മിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ IT നിയമപ്രകാരം കുറഞ്ഞത് 3 വർഷം വരെ തടവ് 1 ലക്ഷം രൂപ സർക്കാർ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി. സത്യമേവ ജയതേ.